ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി ചിന്താതീതനായി ജനലരികെ നിന്നു. കാർ പോയി കഴിഞ്ഞിട്ടും അലീന തിരിച്ചു വന്നില്ല. എവിടെ നിന്നാണോ അവൾ അതിഥിയെ യാത്ര അയച്ചത് അവിടെ നിന്ന് ഇളകിയിട്ടേയില്ല. കാർ തിരിച്ചെത്താൻ 20 മിനിറ്റ് എടുത്തു. അലീന കൈ കാണിച്ച് കാർ നിർത്തുന്നതും ബൈജുവിനോട് സംസാരിക്കുന്നതും സ്റ്റാൻലി കണ്ടു. അതിനുശേഷമേ അവൾ തിരിച്ച് വീട്ടിനുള്ളിലേക്ക് നടന്നു പോന്നുള്ളൂ. പിന്നീട് സ്റ്റാൻലി അവതക്കുട്ടിച്ചായനോട് മനുശങ്കർ അലീനയെ കാണാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്ന് പറഞ്ഞു അവതക്കുട്ടിച്ചായൻ. അവളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അവൻ അറിയാമോ? ഞാനാണ് അലീനയുടെ പപ്പയെന്നും അവളുടെ അമ്മ മേനോൻ്റെ ഭാര്യയാണെന്നും അത് അലീനയോട് ചോദിക്കണം. മേനോൻ എന്നോട് പറഞ്ഞത് അലീനയെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം അയാൾക്ക് മാത്രമേ അറിയാവൂ എന്നാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. എങ്കിൽ ആ ചെറുപ്പക്കാരൻ എന്തിന് അലീനയെ അന്വേഷിച്ചു വന്നു? അവനെ സംബന്ധിച്ചിടത്തോളം അവൾ മേനോൻ്റെ വീട്ടിലെ സെർവൻ്റ് മാത്രമായിരുന്നു. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയ സെർവൻറ്റിനെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറകെ ചെല്ലണമെങ്കിൽ തക്കതായ കാരണമുണ്ടായിരിക്കുമല്ലോ. അത് ശരിയാ. വീട്ടിലേക്ക് നിന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ചു വരേണ്ട കാര്യമേ ഇല്ല. അവൻ്റെ വീട്ടിലല്ല അലീന ജോലിക്ക് നിന്നത്. അതും നമ്മൾ ആലോചിക്കണം. അപ്പച്ചന് എന്തു തോന്നി? ചോദ്യം അർത്ഥവത്തായിരുന്നതിനാൽ അവതക്കുട്ടിച്ചാൻ മറുപടി പറയാൻ 2 നിമിഷമെടുത്തു. അവർ തമ്മിൽ നല്ല പരിചയമാണ്. അവൻ വരുന്നത് അവൾക്ക് വലിയ സന്തോഷമായി. വീട്ടിൽ നിന്ന് വേലക്കാരിയോട് പെരുമാറുന്ന പോലെയൊന്നുമല്ല അവൻ. ഒപ്പത്തിനൊപ്പമുള്ള കൂട്ടുകാരെ പോലെയാ. അന്തസ്സുള്ള പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. മേനോൻ പറഞ്ഞയച്ചതല്ലോ അവനെ. ആണോ? അല്ലെന്ന് തോന്നുന്നു. അവളോട് ചോദിക്കണം. പതുക്കെ മതി. അവൻ മേനോൻ്റെ ആരാണെന്നാ പറഞ്ഞത്? മേനോൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകൻ. മേനോൻ അവളെ കാണാൻ വരുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ മറ്റു ബന്ധങ്ങളൊന്നും വേണ്ട. 2 വെള്ളത്തിൽ കാൽ വെച്ച് നിൽക്കുന്നത് അവൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും. മുറിവേക്കേണ്ട അതൊക്കെ ആദ്യം തന്നെ മുറിച്ചേക്കണം. പാലായിൽ നിന്ന് അയാൾ ബന്ധുക്കളെയും അവകാശികളെയും വേണ്ട. അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ല ലാലിച്ച. നമ്മളെക്കാൾ കാര്യഗൗരവമുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പറയാനുള്ളത് പറയണം. എന്തായാലും നീ പറയണ്ട. നിനക്ക് സംസാരിക്കാൻ അറിയില്ല. അവളുടെ മുമ്പിൽ തോറ്റുപോകുമെന്നാ പറഞ്ഞത്. അവതക്കുട്ടിച്ചായൻ വ്യാഖ്യാനം നൽകി. പിറ്റേന്ന് അലീനയുമായി വെറുതെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവതക്കുട്ടിച്ചായൻ ചോദിച്ചു, ആ ചെറുക്കനെ മേനോൻ പറഞ്ഞു വിട്ടിട്ട് വന്നതായിരുന്നു മോളെ നിന്റെ ക്ഷേമം അന്വേഷിച്ചു വരാൻ? അല്ല, മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. അലീന പറഞ്ഞു. നിങ്ങളിൽ തമ്മിൽ എന്താ പരിചയം? അവൻ വേറൊരു വീട്ടിലല്ലേ താമസം? ബാംഗ്ലൂരിലല്ലേ അവൻ്റെ ജോലി? കൊല്ലപ്പള്ളിയിലാണ് മനുവേട്ടൻ്റെ വീട്. എന്നാലും ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കടപ്പാട്ടൂരെ വീട്ടിൽ വരും. അച്ഛനുമായിട്ട് വലിയ കൂട്ടാ മനുവേട്ടൻ. മനുശങ്കരനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണിലുണ്ടാകുന്ന തിളക്കവും കവിളത്തെ ശൂന്യമയും അവതക്കുട്ടിച്ചാൻ ശ്രദ്ധിച്ചു. നീ അവിടെ വെറും വീട്ടുജോലിക്കാരിയല്ലായിരുന്നോ മോളെ? എന്നാലും മനുവേട്ടൻ എന്നോട് അങ്ങനെയൊന്നുമല്ല പെരുമാറിയിട്ടുള്ളത്. എനിക്ക് ആ വീട്ടിൽ വെച്ച പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മനുവേട്ടനാണ് എനിക്ക് വേണ്ടി പിന്തുണ തന്നത്. ഇല്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം അമ്മയും സഹോദരങ്ങളും എല്ലാം ശത്രുക്കളെപ്പോലെ നിന്ന് പോരടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നത് എത്ര വലിയൊരാശ്വാസമാണ്. അവനറിയാമോ മോളെ നീ ആരാണെന്ന്? അലീന ഏതാനും നിമിഷം മൗനമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അറിയാം. എങ്ങനെ? മേനോൻ പറഞ്ഞു കൊടുത്തു? അല്ല, എങ്ങനെയോ അറിഞ്ഞു. എൻ്റെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ടായിരിക്കും. താല്പര്യമെന്ന് വെച്ചാൽ എങ്ങനെയുള്ള താല്പര്യമാ? അവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ അടുത്ത്? അതിന് മറുപടി പറയാൻ സമയമെടുത്തു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ഇഷ്ടമാ? കല്യാണം കഴിക്കാനോ? അവതക്കുട്ടിച്ചാൻ മൂളി. എന്നിട്ട് ദീർഘശ്വാസം എടുത്തു. ലാലിച്ചന് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കാണുമല്ലേ? അലീന മുഖം തിരിച്ച് അവതക്കുട്ടിച്ചായനെ നോക്കി. എനിക്കിപ്പോലും വേണ്ടല്ലോ വലിയപ്പച്ച ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നും. ഇത്തിരി സ്നേഹം മാത്രമേ ഞാനിവിടുന്ന് പ്രതീക്ഷിച്ചുള്ളൂ. അവതക്കുട്ടിച്ചായന് കുറച്ചിൽ തോന്നി. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മോളെ. അവനെ ഇങ്ങോട്ട് മാത്രമേ ഉള്ളോ അതോ നിനക്ക് അങ്ങോട്ടുമുണ്ടോ? അലീനയുടെ കണ്ണിൽ നനവൂറി. അവൾ മൂളി. അവനോട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തു ചെയ്യുന്നേ? എനിക്കറിയില്ല വല്യപ്പച്ച. ഞാൻ കുറേ തടഞ്ഞു നോക്കി. എന്നെ ഒരു പെങ്ങളായിട്ട് മാത്രം കാണണമെന്ന് കരഞ്ഞു പറഞ്ഞു. പക്ഷേ അവസാനം എനിക്ക് മനസ്സിലായി ഞാനാണ് കള്ളി. ആദ്യം എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചിട്ട് വേണ്ടേ ഞാൻ മറ്റൊരാളെ തിരുത്താൻ? മോളെ, നീ ആദ്യം പറഞ്ഞതല്ലേ ശരി. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ ആങ്ങളയുടെ മോനെന്ന് പറയുമ്പം ആങ്ങളെപ്പോലെയല്ലേ? നീ അങ്ങനെ തന്നെ കരുതണം.
ഞാൻ എങ്ങനെയൊക്കെ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല. അലീന തൻ്റെ നിസ്സഹായത തുറന്നു കാട്ടി. അവൻ എന്നെ വശീകരിച്ചു കാണും. സംശയം എന്താ? യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ വല്യപ്പച്ച. ഒരനാഥാലയത്തിലല്ലേ ഇരുട്ടത്ത് കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചില്ലേ? ഇനിയും എൻ്റെ കൈപിടിച്ച് വഴി നടത്തട്ടെ. ദൈവം തമ്പുരാന് ഇതിലൊന്നും ഒരു കയ്യുമില്ല മോളെ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കി നടത്താൻ പുള്ളിക്കാരന് അറിയാൻ മേലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ? എങ്ങാനും ഒരു ഉറുമ്പുകടി പോലും ഇല്ലാത്ത വിധത്തിൽ നല്ല വൃത്തിയുള്ള കൈകാര്യം ചെയ്യാൻ പുള്ളിക്കാരന് പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇത് ചുകത്താന് സ്ത്രീധനമായിട്ട് കൊടുത്ത സ്ഥലമാണ്. ഇതിനകത്ത് ഇവിടെയും അവിടെയും കൈയിട്ട് വാരാനാണ് പുള്ളിക്കാരന് കഴിയില്ല. ഇവിടുത്തെ പരീക്ഷകളൊക്കെ പാസ്സായിട്ട് അങ്ങോട്ട് ചെന്നാൽ സമാധാനമായിട്ടിരിക്കാനുള്ള സ്ഥലം കൊടുക്കും, അത്രമാത്രം. അവതക്കുട്ടിച്ചായൻ്റെ വിശകലനം കേട്ട് അലീനയ്ക്ക് ചിരി വന്നു. ചിരിക്കാൻ പറഞ്ഞതല്ല മോളെ. അവതക്കുട്ടിച്ചായൻ ഗാര്യഗൗരവത്തിലേക്ക് വന്നു. അതുകൊണ്ട് നിന്റെ മനസ്സിൽ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ നുള്ളി കളഞ്ഞേക്കണം. പിന്നെങ്ങാനും കളയണമെന്ന് വിചാരിച്ച അലസമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന നമ്മൾ അറിയാതെ തന്നെ അതങ്ങ് പടർന്ന് പന്തലിച്ച് വലിയ മരമായിട്ട് പിന്നെ മുറിക്കാനോ അറക്കാനോ കോടാലി വേണം, വെട്ടരിവാൾ വേണം. എന്തിനാ വെറുതെ വയ്യാവേലി? അലീന മൗനമായിരുന്നു. അത് കണ്ട് അവതക്കുട്ടിച്ചായന് ഉത്സാഹമായി. അത് മാത്രമല്ല മോളെ, നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർന്ന കൊച്ച. ലാലിച്ചൻ്റെ മോള. ലാലിച്ചനാണെങ്കിൽ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാ. ബ്രിജിത്ത മമ്മി എന്ന ഒരു ക്രിസ്ത്യാനിയായി വളർത്തിയ എൻ്റെ പപ്പ ഒരു ക്രിസ്ത്യാനിയായത് കൊണ്ടല്ല. രേവതിക്കുട്ടിയെ ഒരു ഹിന്ദു പെൺകുട്ടിയായി വളർത്തിയത് അവളുടെ അച്ഛൻ ഹിന്ദു ആയതുകൊണ്ടുമല്ല. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതങ്ങൾ ഒരു തടസ്സമല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാ. രാത്രിയിലൊക്കെ രേവതിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൈമടക്കിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അവളൊരു ഹിന്ദുവാണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച മക്കളാണെന്നേ തോന്നിയിട്ടുള്ളൂ. ഞാൻ മുറിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആയുധങ്ങളുടെയും മുനയൊടിഞ്ഞുവെന്ന് അവതക്കുട്ടിച്ചായന് തോന്നി. ഇതെല്ലാം ഞാൻ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർത്തിവെച്ച ന്യായങ്ങളാണെന്ന് വിചാരിക്കല്ലേ വല്യപ്പച്ച? വിചാരിച്ചാൽ വല്യപ്പച്ചൻ ചോദിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു നുണ പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ലല്ലോ. മനുവേട്ടനെ എനിക്കിഷ്ടമാണ്. കടപ്പുട്ടൂരെ വീട്ടിൽ ഞാൻ വെറുമൊരു വീട്ടുവേലക്കാരി കഴിഞ്ഞ സമയത്ത് എന്നെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ എന്നോട് അലിവും സ്നേഹവും കാണിച്ചിട്ടുള്ള ആളാണ് മനുവേട്ടൻ. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലായിരുന്നു എനിക്കറിയാം. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല വല്യപ്പച്ച. പക്ഷേ കല്യാണത്തെപ്പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ വരുന്നത് പോലെ വരട്ടെ, അലീന പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ മോളെ. വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള വ്യഗ്രതയോടെ അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ടാക്സിയിലേക്ക് മാമച്ചനും ഗ്രേസമ്മയും സാന്ദ്രയും രേവതിക്കുട്ടിയും പാലാരിവട്ടത്തിലേക്ക് പോയി. വീടിനുള്ളിൽ പിടിപ്പത് ജോലിയുണ്ടായിരുന്ന രേവതിക്കുട്ടിക്ക് 3 ആഴ്ചയായി ആൾവാസമില്ലാതെ കിടന്ന വീടാണ്. 7 മണി മുതൽ 9 മണി വരെയുള്ള കഠിന പ്രയത്നം കൊണ്ട് അവൾ വീടിനുള്ളിലെ പൊടിയും മാറാലയും തൂത്തു തുടച്ച് ഒരുവിധം വൃത്തിയാക്കി. സാന്ദ്രയും ഗ്രേസമ്മയും സഹായിക്കാൻ തുനിഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. എല്ലായിടത്തും പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നട്ടെ. ആൻറ്റിക്ക് ഒന്നാമത്തെ പൊടി അലർജിയാ. സാന്ദ്ര ചേച്ചിയും ഒന്നും ചെയ്യണ്ട. ഇവിടെ എന്തൊക്കെയോ ചെയ്യേണ്ടതെന്നും ഇത് എങ്ങനെയൊക്കെ വേണമെന്നും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ അവളുടെ അപ്പൂപ്പൻ അവൾക്ക് സ്പെഷ്യലായിട്ട് വെച്ചു കൊടുത്ത വീടല്ലേ ഇത്? മാമച്ചൻ പരിഹസിച്ചു. രേവതിക്കുട്ടി കയ്യിലിരുന്ന ചൂല് താഴെയിട്ട് എളിക്ക് കൈകുത്തി മാമച്ചനെ ഒന്ന് നോക്കി. മാമച്ചൻ താനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന മട്ടിൽ ഒരു മൂളിപ്പാട്ടുമായി നടന്നുപോയി. 9 മണിയായപ്പോൾ ബോബി പുറത്തുപോയി ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട് വന്നു. ഭക്ഷണത്തിന് ശേഷം രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയ്ക്കും വേണ്ട മരുന്നുകൾ എടുത്തു കൊടുത്തു. 3 ആഴ്ചയോളം നീണ്ട യാത്രയ്ക്കിടയിൽ ഭക്ഷണക്രമത്തിൽ വന്നു ചേർന്ന വലിയ ചില അയവുകൾ ഗ്രേസമ്മയുടെ പ്രഷറും മാമച്ചൻ്റെ ഷുഗറും കുറച്ചധികം കൂട്ടിയിരുന്നു. ഗ്രേസമ്മയാണെങ്കിൽ ശാരീരികമാകെ നന്നേ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അവരെ പുതുപ്പിച്ച് കിടത്തി കവിളത്ത് ഒരു ഉമ്മയും കൊടുത്തിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. ഗ്രേസമ്മ കൈനീട്ടി അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തലോടി. ക്ഷീണിച്ചു പോയോടി? രേവതിക്കുട്ടി പുഞ്ചിരിയോടെ കണ്ണടിച്ചു കാട്ടിയിട്ട് എഴുന്നേറ്റു. അവൾ തൻ്റെ മുറിയിലെ കിടക്ക വിരിക്കുമ്പോൾ വാതിക്കൽ ചെറിയ മുട്ട് കേട്ടു. കമിൻ, അവൾ പറഞ്ഞു. ബോബിയായിരുന്നു അത്. എന്താ ബോബിച്ചായ? ഒന്നുമില്ല, ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓ, ഇന്ന് സ്വീറ്റ് ഡ്രീംസ് കാണാനൊന്നും നേരമില്ല. ഉള്ള സമയം മുഴുവൻ ഉറങ്ങിയാൽ മതി, അവൾ ചിരിയോടെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഗുഡ് നൈറ്റ്. ബോബി തന്നെ വാതിൽ ചാരിയിട്ട് തിരിച്ചുപോയി. രേവതിക്കുട്ടി വാതിൽ ബോൾട്ടിട്ട ശേഷം വന്ന് ബെഡിലേക്ക് വീണു. കവിഴ്ന്ന് കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് തലയണയിൽ വെച്ചു നമ്പർ പ്രസ് ചെയ്യാൻ തുടങ്ങി. 2-3 തവണ ശ്രമിച്ചിട്ടും ലൈൻ കിട്ടാതായപ്പോൾ അവൾ ദേഷ്യത്തോടെ പുറപ്പെട്ടു.
ഇയാളിതെവിടെ പോയി കിടക്കുക? പലപ്പോഴും നോട്ട് റീച്ചബിൾ. അവൻ അടുത്ത നമ്പർ ഡയൽ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ അലീനയുടെ ശബ്ദം കേട്ടു. അലീന ചേച്ചി ഉറങ്ങിയായിരുന്നു? ഇല്ല, നീ എത്തിയേ ഉള്ളൂ മോളെ. ഓ സന്ധ്യയ്ക്ക്. ഇവിടെ അങ്കിളും ആൻറ്റിയും അവരൊക്കെ കിടന്നു ചേച്ചി. രോഹിതേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു, കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം നീ രോഹിത്തിനെയാണല്ലേ വിളിച്ചത്, എന്നെയല്ല. നമ്മൾ സംസാരിച്ച് തീരുമ്പോഴേക്കും നേരം വെളുക്കില്ലേ? നോക്കണേ അസൂയ. അസൂയയാണെടി. നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ? ചേച്ചി വിളിക്കാറുണ്ടോ? മിക്കവാറും എല്ലാ ദിവസവും. അച്ഛനെയും വിളിക്കും. നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഈയിടെ വിളിച്ചപ്പോഴും നിന്നെപ്പറ്റി ചോദിച്ചു. ഞാൻ ഭയങ്കര ബിസി അല്ലായിരുന്നോ? അലീന ചേച്ചി വേണ്ടതല്ലേ പറയാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ സുഖവാസ സ്ഥലങ്ങളിൽ കൂടി കറങ്ങി നടക്കുകയാണെന്ന്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബോബിച്ചായനും സാന്ദ്രയും ഒക്കെ പോയോ കൂത്താട്ടുകുളത്തിന്? അതോ ഇപ്പോഴും കൂടെ തന്നെയുണ്ടോ? അവരിവിടെ ഉണ്ടേ. നാളെയേ കൂത്താട്ടുകുളത്തിന്ന് പോവത്തുള്ളൂ. അലീന ചേച്ചി, ഈ ബോബിച്ചായൻ എന്നാ തമാശക്കാരനാണ്. നമുക്കെപ്പോഴും ചിരിക്കാനേ നേരമുള്ളൂ. ഒരു ദിവസം ചിരിച്ച് ശ്വാസം പോലും കിട്ടാതെ കണ്ണൊക്കെ നിറഞ്ഞ് ആൻറ്റി പുറം തിരുമ്മി ശ്വാസം നേരെയായത്. തമ്മിലാരാ മൂത്തത്, സാന്ദ്രയോ ബോബിച്ചായനോ? കണ്ടാൽ തോന്നും സാന്ദ്രേച്ചിയാണെന്ന്. പക്ഷെ ബോബിച്ചായൻ്റെ ഇളയതാ. ആൻറ്റിയുടെ ആങ്ങളയുടെ മക്കളല്ലേ? അങ്ങനല്ലേ നീ പറഞ്ഞത്? ഓ, ഈ അലീന ചേച്ചിയുടെ കാര്യം. അങ്കിളിൻ്റെ പെങ്ങളുടെ മക്കൾ. ബോബിച്ചായൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സാന്ദ്ര ചേച്ചി BSc നഴ്സിംഗ് കഴിഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? സോറി, ഞാൻ മറന്നുപോയി മോളെ. ഇനി ഓർത്തോളാം. പറ, വിശേഷങ്ങൾ കേൾക്കട്ടെ. രേവതിക്കുട്ടി ഒന്നുകൂടെ തിരിഞ്ഞു കിടന്നു. യാത്രാവിവരണം ആരംഭിച്ചു. ഇടയ്ക്ക് കുറച്ചു സമയം കിടക്കിൽ എഴുന്നേറ്റിരുന്നു. വീണ്ടും കിടന്നുകൊണ്ട് സംസാരിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു തുടർന്നു. ഒടുവിൽ അവൾ അലീനയോട് പറഞ്ഞു, ഇനി അലീന ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറയേ. പപ്പയുമായിട്ട് നല്ലപോലെ ഇണങ്ങിയോ? നല്ലപോലെ ഇണങ്ങിയെന്ന് പറയാറായിട്ടില്ല. എന്നാലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് മോളെ. അടുത്ത് ചെല്ലാൻ പോലും പേടിയാം എല്ലാവർക്കും. പക്ഷെ ഞാൻ അങ്ങ് അടുത്തേക്ക് ചില കുസൃത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നോടും ദേഷ്യപ്പെടും. എന്നാലും ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. വല്യപ്പച്ചൻ പറയണത് പപ്പയുടെ ജീവിതത്തിൽ എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ തോൽവി സമ്മതിച്ചിട്ടുള്ളെന്നാണ്. എനിക്കൊന്ന് കാണണം അലീന ചേച്ചിയുടെ പപ്പേനെ. ഒരു ദിവസം അങ്കിളിനെ ആൻറ്റിയും കൂട്ടി നീ ഇങ്ങോട്ട് വാ, അലീന പറഞ്ഞു. ക്ഷണിച്ചു. ഞാൻ വരുന്നത് ഇഷ്ടപ്പെടുമോ? ഞാനല്ലേടി ഇവിടെ. പക്ഷേ പപ്പയുടെ അടുത്ത് നിന്ന് നിന്റെ വിളച്ചിലൊന്നും നടക്കില്ല. പപ്പ കണ്ണുരുട്ടി ഒരു നോട്ടം നോക്കിയാൽ നീ ഓടും. പാലാരിവട്ടത്ത് ചെന്നിട്ട് തിരിഞ്ഞു നോക്കത്തുള്ളൂ. ഞാനും കണ്ണൂരോട്ടൊക്കെ പഠിച്ചു. ചേച്ചി എന്താ വിചാരിച്ചേ? ബോബിച്ചായൻ ചിലപ്പോൾ ചില അളിഞ്ഞ തമാശയൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് കണ്ണുരുട്ടും, പിന്നെ മിണ്ടത്തില്ല. ഇങ്ങനൊന്നും അല്ലടി, ഒരു സിംഹമാ. എനിക്കിവിടെ ഒരു ഉഗ്രൻ സപ്പോർട്ടിന് വലിപ്പിച്ചനുണ്ട്. അതൊരു ദിവസം വന്നിട്ട് പോയില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഞാൻ വന്ന ശേഷം വല്യപ്പച്ചനോട് സ്ഥിരതാമസമാക്കി. അല്ലെങ്കിൽ പുനലൂരുള്ള തറവാട്ടിലായിരുന്നു താമസം. വല്യപ്പച്ചൻ ആളൊരു രസികനാണ്. ഇടയ്ക്ക് അപ്പനും മോനും വഴക്ക് കൂടും. അത് കാണാൻ നല്ല രസമാണ്. ചേച്ചി ഇങ്ങനെ അവിടെയും ഇവിടെയും ഒന്നും പറയാതെ ആദ്യം മുതൽ എല്ലാം വിശദമായിട്ട് പറയാം. അലീന താനിവിടെ വന്ന ശേഷമുള്ള ഓരോ ശ്രമങ്ങളും വിസ്തരിച്ച് പറഞ്ഞു തുടങ്ങി. രേവതിക്കുട്ടി മൂളിക്കൊണ്ടിരുന്നു. അലീനയും പൗലോസും തമ്മിലുണ്ടായ വഴക്ക്, അലീന സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിയ സമരം, ഒടുവിൽ പൗലോസിൻ്റെ കൂട്ടുകാരുടെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത്, പൗലോസ് ജോലി ഉപേക്ഷിച്ചു പോയത്, അലീന സ്റ്റാൻലിയുടെ പതുക്കെ സ്വാധീനങ്ങൾ തുടങ്ങിയത് എല്ലാം അലീന ഫോണിലൂടെ വിസ്തരിച്ചു. മനുശങ്കർ അലീനയെ കാണാൻ വന്ന വിവരം കേട്ടതും രേവതിക്കുട്ടി ചോദിച്ചു, ചേച്ചി എനിക്കൊരു സത്യം ചെയ്യുമോ? എന്താണ്? മനുവേട്ടനോട് ചേച്ചിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി സെൻറ്റിമെൻ്റ് ഇല്ലേ? ഇല്ലെന്നാര് പറഞ്ഞു? ഇഷ്ടം ഉണ്ട്, സ്നേഹം, പ്രേമം. മറുവശത്ത് നിശബ്ദത. കള്ളി. എൻ്റെ അടുത്ത് ഉള്ള സത്യം പറഞ്ഞു. എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭയങ്കരി. എന്നിട്ട് ഇത്രയും നാളും ആരോടും പറയാതെ ഒളിച്ചു വെച്ചു അല്ലേ? അങ്ങേ തലയ്ക്കൽ നിന്ന് ദുർബലമായൊരു നരങ്ങൾ ചിറകടിച്ചെത്തി. അലീന കരയാണോ? രേവതിക്കുട്ടി വേവലാതി കൊണ്ട് ചോദിച്ചു. താൻ കളിയാക്കിയത് കൊണ്ടാണോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ ചേച്ചി. അതല്ല മോളെ. അലീനയുടെ തണുത്ത സ്വരം വരുന്നു. ഈ സ്നേഹം തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. സങ്കടപ്പെടണോ സന്തോഷിക്കണോ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്നെ തന്നെ തടയാൻ. ഇപ്പം എനിക്ക് തന്നെ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞു തീരുന്നതിന് പുറമെ വിങ്ങി കരച്ചിലും വന്നു. സാരമില്ല, ഞാൻ ഇല്ലേ അടുത്ത്. രേവതിക്കുട്ടി ആശ്വസിപ്പിച്ചു. അലീന ചേച്ചി വിഷമിക്കണ്ട കേട്ടോ.
മനുവേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയത് അത്ര വലിയ തെറ്റൊന്നുമല്ല. സമയമുണ്ടല്ലോ. എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട്. എൻ്റെ അങ്കിളും ആൻറ്റിയുമുണ്ട്. പിന്നെ കടപ്പാട്ടൂരിലെ അച്ഛനല്ലേ. രോഹിതേട്ടനും ഭവിതയും കൃഷ്ണമോളും ചേച്ചിയുടെ കൂടെ നിൽക്കില്ലേ. പിന്നെ ചേച്ചിയുടെ വല്യപ്പച്ചൻ, ആ കക്ഷിയുടെ പേര് മറന്നുപോയല്ലോ, അതുകുട്ടിച്ചായൻ. അതുകുട്ടിച്ചായൻ്റെ മക്കളെയൊക്കെ എങ്ങനെയാ ചേച്ചിയോട് ഇഷ്ടമാണോ? അതോ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല? ഇഷ്ടമല്ലെന്നാണ് വല്യപ്പച്ചൻ പറഞ്ഞത്. ഈ വല്യപ്പച്ചന് ആകെ മൊത്തം എല്ലാം കൂടി എത്ര മക്കളുണ്ട്? പപ്പയെ കൂടാതെ 3 എണ്ണം, 2 ആണും 2 പെണ്ണും. അവരൊക്കെ എവിടെയാ? പെൺമക്കളെല്ലാം കെട്ടിച്ചു വിട്ടെന്നാണ് പറഞ്ഞത്. ആൺമക്കളുടെ കല്യാണം കഴിച്ചു. പുനലൂരും പത്തനംതിട്ടയിലുമൊക്കെയാണ് താമസം. ഏറ്റവും ഇളയ മകനാ തറവാട്ടിൽ. അവരുടെയൊന്നും പേര് ചോദിക്കാറില്ലേ? എന്നോട് പറഞ്ഞിരുന്നു. ഒരാളുടെ പേര് ഔസേപ്പച്ചനാണെന്ന് തോന്നുന്നു. പപ്പയുടെ നേരെ ഇളയതാ. ഇപ്പം തറവാട്ടിൽ നിൽക്കുന്ന ആളിൻ്റെ പേര് റോബിച്ചായനെന്നാ, അതോ ആൽബിച്ചനെന്നോ എനിക്ക് നല്ല തീർച്ചയില്ല. പപ്പയുടെ അമ്മയുടെ പേര് ഏത് ഇറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയാം. എന്താ? ചിന്നമ്മ. ഓ, ആ അമ്മച്ചിയുടെ അരച്ചിൽ വാർത്തെടുത്ത പോലെയാണല്ലോ ചേച്ചിയല്ലേ? അലീന ചേച്ചിയുടെ നേർത്ത ചിരി ഫോണിലൂടെ കേട്ടു. മുൻപത്തെ കള്ളച്ചിരികളിലൊക്കെ അല്പം എവിടെ പോയി? ദേവതക്കുട്ടി കുസൃതിയോടെ ചോദിച്ചു. പോടി അവിടുന്ന്. ചേച്ചി, വല്യപ്പച്ചനെ കൊണ്ട് നമുക്ക് അന്വേഷിപ്പിച്ചാലോ? മറ്റേ ഷെറിൻ ചേച്ചിയുടെ കാര്യം. ചേച്ചിയൊക്കെ മറന്നോ? വല്യപ്പച്ചനും പുനലൂരുകാരല്ലേ. പുനലൂർ എന്ന് വെച്ചാൽ ഇവിടെ തിരുവട്ടത്തിലാണോ? സ്ഥലമാണോ മോളെ? വലിയൊരു നിയോജക മണ്ഡലമാണ്. അവിടെ എവിടെയാന്ന് വെച്ച് വിചാരിച്ച. എന്തായാലും നീ അഡ്രസ്സ് തന്നേക്ക്. വല്യപ്പച്ചനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചാൽ പോരാ, അന്വേഷിപ്പിക്കണം. നാളെ ഞാൻ എല്ലാം കുറിച്ച് തരാം. ചിന്നുമോളെ നമുക്ക് പോയി കാണണ്ടേ മോളെ? ശരിയാ, ഞാൻ ഇന്നും ചിന്നുമോളുടെ കാര്യം ഓർത്തു. ചേച്ചി ഇനി എന്നാ എറണാകുളത്തിന് വരുന്നേ? നമുക്കൊന്നിച്ചു പോകാം. ഞാൻ എറണാകുളത്ത് വരണ്ടല്ലോ. ഇവിടുന്ന് കൊട്ടാരക്കര വഴി കൊല്ലത്തോട്ട് വരാൻ എളുപ്പമാണ്. നീ എറണാകുളത്തുനിന്ന് വന്നാൽ മതി. വരുന്ന ദിവസം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വരാം. എന്നിട്ട് കൊല്ലത്ത് വെച്ച് നമുക്ക് ഒന്നിച്ചു കൂടാം. എന്നാൽ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഫോൺ ഓഫ് ചെയ്തിട്ട് രേവതിക്കുട്ടി കിടന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെയും മാമച്ചൻ്റെയും ഗ്രേസ്മയുടെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചു. കൊല്ലത്ത് പോകണം, ചിന്നുമോളെ കാണണം. ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടന്നാൽ മതിയോടി. എന്നും നീ ആരാ? ഉലകം ചുറ്റും വാലിബയോ? മാമച്ചൻ കപട ഗൗരവത്തിൽ ചോദിച്ചു. അങ്കിളെ പ്ലീസ്, അലീന ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴതാ പറഞ്ഞത്, ഇന്നലെ രാത്രി. അത് ശരി, എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നല്ലാതെ ഇന്നലെ രാത്രി വേറെന്തായിരുന്നു പണി? അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറഞ്ഞു കിടന്നപ്പം പാതിരാ കഴിഞ്ഞു. ഫോൺ ബില്ല് വരട്ടെ, ബാക്കി വിശേഷങ്ങൾ അന്നേരം ഞാൻ പറയാം. മാമച്ചൻ അവളെ ഭീഷണിപ്പെടുത്തി. നില്ല, വേറൊരു കാര്യം പറയട്ടെ. അലീന ചേച്ചിയുടെ വല്യപ്പച്ചനെ കൊണ്ട് ഷെറിൻ ചേച്ചിയുടെയും വീട്ടുകാരെ പറ്റി അന്വേഷിപ്പിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓഹോ, അവൾക്കവിടെ എങ്ങനെയുണ്ട്? കുളത്തുപുഴ, അങ്ങനല്ലേ സ്ഥലപ്പേര്? രേവതിക്കുട്ടി അവിടെ ഇരുന്ന് അലീന ചേച്ചിയുടെ താൻ അറിഞ്ഞ വിവരങ്ങൾ അത്രയും അവരെ വിവരിച്ച് കേൾപ്പിച്ചു. ആള് മിടിക്കുകയാണല്ലോ. അവിടെയും ചെന്ന് എല്ലാവരെയും കയ്യിലെടുത്തോ? മാമച്ചൻ വിസ്മയത്തോടെ പറഞ്ഞു. പിന്നെ എൻ്റെ അലീന ചേച്ചി പറ്റി എന്താ കരുതിയത്? ചേച്ചിയുടെ ഒരു മൂള് ചവിട്ട്, ആ ചോര ഉണങ്ങുമ്പോഴേക്കും ഒരു മുള്ളിരുന്നിടത്ത് ഒരു പൂവിരിയും. ഓ, അത്രയ്ക്കങ്ങ് പൊക്കണ്ട കേട്ടോ. എന്തായാലും മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? ബോബി കളിയാക്കി. ബോബിച്ചായനൊന്നും അറിയാതെ വെറുതെ പറയല്ലേ. രേവതിക്കുട്ടി നീരസം പൂണ്ടു. ബോബി, നീ ഇവളെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇവളുടെ അനിയൻ ചേച്ചിയെ പറഞ്ഞ് അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്ക്. ഗ്രേസ്മ പറഞ്ഞു. ഷെറിൻ ചേച്ചിയുടെ പുനലൂരിലെ വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം കൊടുത്ത അലീന ചേച്ചി വല്യപ്പച്ചനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളും. രേവതിക്കുട്ടി വെളിപ്പെടുത്തി. അയാളുടെ പേരെന്താണ് പറഞ്ഞത്? മാമച്ചൻ തിരക്കി. അതുകുട്ടിച്ചായൻ. രേവതി പറഞ്ഞു. അതുകുട്ടിച്ചായൻ. മാമച്ചൻ നെറ്റി ചുളിച്ചു. വീട്ടുപേരെന്താണെന്നറിയോ? അയ്യോ, ഞാൻ അത് ചോദിക്കാൻ മറന്നു. വേറെ ആരുടെയെങ്കിലും പേരറിയുമോ? ഒരു ഔസേപ്പച്ചൻ, പിന്നെ ഒരു റോബിച്ചൻ എന്നോ മറ്റോ പറയുന്നത് കേട്ടു. വല്യപ്പച്ചൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് എനിക്കറിയാം. ചിന്നമ്മ. ഗ്രേസമ്മ ആശ്ചര്യപ്പെട്ടു. എന്താ ആൻറ്റി? നീ ഉടനെ അലീനയെ വിളിച്ചു ചോദിക്കുക, കൊട്ടാരമറ്റത്തിൽ എന്നാണോ അവരുടെ വീട്ടുപേരെന്ന്. മാമച്ചൻ ഉദ്വേഗഭരിതനായി.